ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം ഒന്ന് ബേസിൽ തന്നെ തുടങ്ങാം. അതിന് സ്വരാക്ഷരങ്ങൾ എഴുതണം. ഫസ്റ്റ് വൺ സ്വരാക്ഷരങ്ങൾ എന്ന് എഴുതണം. എഴുതിക്കോ, ഒരു റഫ് ബുക്കിൽ സ്വരാക്ഷരങ്ങൾ. എന്താണ്, കേൾക്കുന്നില്ലേ? ഇന്റർനെറ്റ് കണക്ഷൻ പോയോ? റിവൈസ് പറഞ്ഞോളൂ. മിസ് പറഞ്ഞത് ഇപ്പൊ തൊട്ട് അത് തന്നെ, അത് തന്നെ. ആയിൽ തുടങ്ങുന്ന തന്നെ സ്വരാക്ഷരങ്ങള് മലയാളത്തിൽ. എഴുതി കഴിഞ്ഞോ എല്ലാവരും? ഓക്കെ, എഴുതി കഴിഞ്ഞവരെവിടെ മിണ്ടാതിരുന്നേ. ബാക്കിയുള്ള കുട്ടികൾ എഴുതിക്കോ. മക്കളെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന കഴിഞ്ഞവരെവിടെ മിണ്ടാതിരുന്നോ? എഴുതിക്കോ സ്വരാക്ഷരങ്ങള്. എഴുതുന്നുണ്ടല്ലോ എല്ലാവരും? Okay, did you finish? Yes or no? No. എഴുതി. നെക്സ്റ്റ് ചില്ലക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ, അതൊന്ന് എഴുതിയേ. ചില്ലക്ഷരങ്ങൾ. എഴുതി കഴിഞ്ഞിട്ട് ഞാനല്ലേ രണ്ടാമത്തെ അക്ഷരം ഇല്ല ഇങ്ങനെ അതാ എഴുതുന്നേ? അതല്ല, അത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. ചില്ലക്ഷരങ്ങൾ ഏതാണ്? എഴുതിക്കോ. വ്യഞ്ജനാക്ഷരങ്ങളും കൂടെ നമുക്ക് ഇന്ന് എഴുതണം. അത് നീറ്റിൽ എഴുതണേ. നോക്കട്ടെ എത്ര പേര് എഴുതണ്ടേ. എനിക്ക് ഫോട്ടോ ഇട്ട് തരുന്നത് എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. എഡ്വിൻ കഴിഞ്ഞോ മോനെ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞോ? ഇത് വൃത്തിയിൽ പഠിക്കണേ. നിങ്ങൾ നോക്കി എഴുതിയോണ്ട് ഒന്നും കാര്യമില്ല. നിങ്ങളിത് നീറ്റായി പഠിച്ചാലേ മുന്നോട്ട് പോകണേ. നമ്മള് 6ാം ക്ലാസ്സിലെത്തി, 6th സ്റ്റാൻഡേർഡിലെത്തി. അപ്പൊ എന്ത് ചെയ്യണം? നല്ല നീറ്റിൽ അക്ഷരങ്ങൾ പഠിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. അതുപോലെ ആ ചിഹ്നങ്ങളും കൂടി ഒന്ന് വെച്ച് എഴുതണം. ചിഹ്നങ്ങൾ എഴുതി പഠിക്കുന്നത് നമുക്ക് ഇപ്പൊ എഴുതണ്ട, കോപ്പിയിൽ എഴുതാൻ പറയാം. ഞാൻ പറയാം, ഇപ്പം പറയാം, ഇന്നല്ല. ഇന്ന് നിങ്ങൾ ഓൺലി സ്വരാക്ഷരങ്ങൾ മാത്രം എഴുതിയാൽ മതി കോപ്പി ബുക്കിൽ, ഫസ്റ്റ് പേജിൽ കേട്ടോ. ഇന്നത്തെ വർക്ക് ഇപ്പൊ അല്ല, ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എഴുതിയാൽ മതി. സ്വരാക്ഷരം മാത്രം എന്ന് പറയുമ്പോ ഇ ഈ ഉ ഊ ഇറ് എ ഐ ഒ ഓ ഔ അം അ. ഇത്രയുമാണ് സ്വരാക്ഷരങ്ങൾ കേട്ടോ. വയസ്സേ ഇത്രയേ ഉള്ളൂ സ്വരാക്ഷരങ്ങൾ.
പിന്നെ എഴുതി കഴിഞ്ഞില്ലേ? ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ് അറിയോ റവൈസേ? ആർക്കറിയാം? ഓക്കെ, ഏതൊക്കെയാ ഹന്ന? ഓക്കെ, ഇത്രയാണ് സ്വരാക്ഷര ചില്ലക്ഷരങ്ങൾ. ഓക്കെ, എന്തേ എഡ്വിൻ ഡൗട്ട്? ഞാൻ ഗോൾഡിനെ പഠിപ്പിച്ചത്. എങ്ങനെ? അതെങ്ങനെ വേണേലും പറഞ്ഞാ പോരെ? എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി. 5 ഉണ്ടായാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ അല്ലെ? ഏതൊക്കെയാണത്? ക, ഖ, ഗ, ഘ, ങ. 5 അല്ലെ? പിന്നെ ച, ഛ, ജ, ഛ, ഞ. പിന്നെ ത, ഠ, ഡ, ഠ, ണ. നെക്സ്റ്റ് ഓക്കെ, ത, ഥ, ദ, ഥ, ന. നെക്സ്റ്റ് പ, ഫ, ബ, ഭ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. ഓക്കെ, ഇതല്ലേ വ്യഞ്ജനാക്ഷരങ്ങൾ മലയാളത്തിലെ? ഓക്കെ, എഴുതിയിട്ടുണ്ട് അല്ലെ? അക്ഷരങ്ങളെല്ലാം വൃത്തി അറിയാം. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? പിന്നെ ഇത് വെച്ച് നിങ്ങൾ വെറുതെ റഫിൽ ഒന്ന് എഴുതി നോക്കണം. എന്ത്? ചിഹ്നങ്ങൾ എങ്ങനെ എഴുതാം? ഏതാ ചിഹ്നങ്ങള്? ക, ക, കി, കി അങ്ങനെ വരുന്നത്. അപ്പൊ കി പ്ലസ് ആയാണ് ക എന്ന് ഓർമ്മ വേണം. എന്നിട്ട് എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ അങ്ങനെ ഒന്ന് വെച്ച് എഴുതി നോക്കിയേ വെറുതെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം എഴുതാൻ എളുപ്പമാവും, സിമ്പിൾ ആവും കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കോ? അപ്പൊ ഇന്ന് നമ്മുടെ കോപ്പി ബുക്കിൽ നമുക്ക് ഹോംവർക്ക് എന്താണ്? സ്വരാക്ഷരങ്ങൾ മാത്രം ഒരു പേജിൽ എഴുതണം കേട്ടോ. ഇന്നത്തെ ഡേറ്റ് ഇടണം. ഇപ്പൊ എഴുതണ്ട, ഇപ്പൊ നമുക്ക് ക്ലാസ് ടൈം അല്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഹോംവർക്ക് ആണത് കോപ്പി ബുക്കിൽ എഴുതാൻ. പറഞ്ഞോ. ബുക്ക്. ഓക്കെ, ഇതാണ് കോപ്പി ബുക്ക് എന്ന് മിസ് പറഞ്ഞത്. ഇതിലാണ് സ്വരാക്ഷരങ്ങള് ഫസ്റ്റ് പേജിൽ എഴുതാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? നോട്ട്ബുക്ക് ഇപ്പൊ എടുക്കേ വേണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റേ ഈ 2 ലൈൻ ബുക്കേ എടുക്കണ്ടു, കോപ്പി ബുക്ക്. അതാണ് മലയാളം കോപ്പി ബുക്ക് എന്ന് എഴുതുക അതിന് പുറത്ത് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ പാഠത്തിലേക്ക് വരാം അല്ലെ? അപ്പൊ ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങള് എഴുതും, അടുത്ത ദിവസം നമ്മൾ വേറൊരു കാര്യം എഴുതും. അപ്പൊ നിങ്ങൾ എല്ലാ അക്ഷരങ്ങളും പഠിക്കും അല്ലെ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പാഠം പ്രഭാതഗീതം അല്ലെ? പ്രഭാതഗീതം എന്ന കവിതയാണ്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത് പ്രഭാതഗീതം എന്ന് പറയുമ്പോ? പ്രഭാതത്തിലെ ഗീതാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ? രാവിലത്തെ ഗീതം. രാവിലത്തെ. പ്രഭാതം എന്ന് പറഞ്ഞാ രാവിലെ അല്ലേ? അതിരാവിലെ, ഏർലി മോർണിംഗ്. അപ്പൊ അതിരാവിലെയുള്ള ഗീതം പ്രഭാതഗീതം. പ്രഭാതം എന്ന് പറഞ്ഞാ പുലർച്ചെ അല്ലെ? പുലർച്ചെ. ഓക്കെ, അപ്പൊ ഇത് ആരുടേതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പാട്ട്, ഈ പദ്യം പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ അല്ലെ? പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ് ഏത്? പ്രഭാതഗീതം എന്ന ഈ കവിത അല്ലെ? പണ്ഡിറ്റ് KP കറുപ്പനെ പറ്റി അറിയോ നിങ്ങൾക്ക്? നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തെ അല്ലെ? നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിലുണ്ട് അല്ലെ? നോക്കിക്കോ. ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടിയ കവി, ജാതിക്കുമ്മി എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ്. 1885 ചേരാനല്ലൂരിൽ ജനിച്ചു. ബാലാകലേശം, ഉദ്യാനവിരുന്ന്, ലളിതോപഹാരം, സൗദാമിനി, പഞ്ചവടി തുടങ്ങിയവയാണ് മുഖ്യ കൃതികൾ. കവി തിലകൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചിട്ടുണ്ട്. 1938 നിര്യാതനായി അല്ലെ? മനസ്സിലായോ പണ്ഡിറ്റ് KP കറുപ്പനെ പറ്റി? 1885 ജനിച്ചു, 1938 മരിച്ചു. അത്രയും വർഷം അദ്ദേഹം ജീവിച്ചു. ഓക്കെ, എന്തേ?
ഇത് ഈ പേജിലുണ്ട് കേട്ടോ, ഈ പാരഗ്രാഫിലുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്ത പേജിൽ, അതായത് പേജ് നമ്പർ 6 ഫസ്റ്റില് കണ്ടോ? പണ്ഡിറ്റ് KP കറുപ്പനെ കണ്ടോ? അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഉണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് ചെറിയൊരു വിവരണവും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോ പാഠം 1 പ്രഭാതഗീതം അല്ലെ? എന്താണ് പ്രഭാതഗീതം നമുക്ക് നോക്കാം അല്ലെ? ശ്രദ്ധിച്ചോ. കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തരുളിടുന്ന തമ്പുരാനെ, മാമറ വീടിന്റെ മാണിക്യ ദീപമേ, മാനസക്കൂരിരുൾ മായ്ക്കുക നീ. ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ ശർമ്മദാ നിന്തിരു വിഗ്രഹങ്ങൾ. നിർമ്മലമാകുമാ ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാക വേണമെന്നും. തെറ്റാതെ എൻ മുറ നോക്കാനും തിന്മയിൽ പറ്റാതെ മാനസം നിൽക്കുവാനും. മറ്റാരെ കൂടവേ സ്നേഹിച്ചു കൊള്ളുവാനും പോറ്റീനി നൽവരം നൽകിടേണം. ആദിയും അന്തവുമില്ലാതെ ഏതിലും ആകാശം പോലവേ ചേർന്നിണങ്ങി. മങ്ങാതെ എങ്ങുമേ ശോഭിക്കും ദൈവമേ, മംഗളം മംഗളം മംഗളാത്മൻ. ജ്ഞാനികളുണ്ടെന്ന് ചൊല്ലുന്ന നിൻ കഴൽ ഞാനിതാ കൂക്കുന്നു ദീനബന്ധോ. പാവങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയിൽ പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ. ആ വഴി സ്വാതന്ത്ര്യത്തായി തന്നൽ വീശട്ടെ ദൈവമേ നിന്റെ തിരുമനസാൽ. അന്ധമാം വിശ്വാസമെങ്ങുന്നും നീങ്ങട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. അപ്പോ പണ്ഡിറ്റ് കറുപ്പന്റെ സമ്പൂർണ്ണ കൃതികളിൽ നിന്നെടുത്ത പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രഭാതഗീതം എന്ന കവിതയാണ് നമ്മളിപ്പോ വായിച്ചത് അല്ലെ? അപ്പോ കവി എന്താണ് പറയുന്നത്? അന്ധമാം വിശ്വാസം എങ്ങുന്നും നീങ്ങട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ എന്നാണ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത് അദ്ദേഹം അല്ലെ? അപ്പൊ അന്ധമായ വിശ്വാസങ്ങള് എന്ത് ചെയ്യണം? എങ്ങൊന്നും നീങ്ങണം അല്ലെ, മാറണം. എന്നിട്ട് എന്ത് ചെയ്യണം? കാന്തിയും ശോഭയും ഒക്കെ ഉണ്ടാവട്ടെ എന്നാണ് കവി ആശംസിക്കുന്നത് അല്ലെ? അപ്പോ ഒന്നുകൂടി നമുക്കത് വായിക്കാം. വരികൾ നല്ലപോലെ ശ്രദ്ധിക്കുക. കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തരുളിടുന്ന തമ്പുരാനെ, മാമറ വീടിന്റെ മാണിക്യ ദീപമേ, മാനസക്കൂരിരുൾ മായ്ക്കുക നീ. ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ ശർമ്മദ നിൻ തിരുവിഗ്രഹങ്ങൾ. നിർമ്മലമാകുമാ ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാക വേണമെന്നും. തെറ്റാതെ എൻ മുറ നോക്കാനും തിന്മയിൽ പറ്റാതെ മാനസം നിൽക്കുവാനും മറ്റാരെ കൂടവേ സ്നേഹിച്ചു കൊള്ളുവാനും പോറ്റി നീ നൽവരം നൽകിടേണം. ആദിയും അന്തവുമില്ലാതെ ഏതിലും ആകാശം പോലവേ ചേർന്നിണങ്ങി. മങ്ങാതെ എങ്ങുമേ ശോഭിക്കും ദൈവമേ, മംഗളം മംഗളം മംഗളാത്മൻ. ജ്ഞാനികളുണ്ടെന്നു ചൊല്ലുന്ന നിൻ കഴൽ ഞാനിതാ കൂക്കുന്നു ദീനബന്ധോ. പാവങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയിൽ പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ. ആ വഴി സ്വാതന്ത്ര്യത്തായി തെന്നൽ വീശട്ടെ ദൈവമേ നിന്റെ തിരുമനസാൽ. അന്ധമാം വിശ്വാസം എങ്ങുന്നും നീങ്ങട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. എന്താണ് കവി ലാസ്റ്റ് ലൈനിൽ കൂടി പറയുന്നത്? അന്ധമായ വിശ്വാസം എങ്ങൊന്നും നീങ്ങി എന്ത് ചെയ്യണം? കാന്തിയും ശാന്തിയും ഒക്കെ ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത് അല്ലെ? പാവങ്ങൾ പാർക്കുന്ന
ഈ പാഴ്മരുഭൂമിയില് എന്ത് ചെയ്യണം? പാൽപ്പുഴയോടട്ടെ. അതായത് എന്തിന്റെ? അതിന്റെ മുമ്പിൽ അതൊക്കെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ആദ്യത്തെ ലൈനിൽ പറയുന്നത്? ഇവിടെ സമയം കഴിയാറായി. കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ച് കാത്തരുളിടുന്ന അല്ലയോ തമ്പുരാനെ, അല്ലയോ ദൈവമേ, അല്ലയോ ഈശ്വരനെ, എന്ത് ചെയ്യണം? മാമറ വീടിന്റെ മാണിക്യ ദീപമേ, മാനസക്കൂരിരുൾ മായ്ക്കുക നീ. മാമറ വീട് എന്താണ് അർത്ഥം? മാമറ വീട് മഹാവേദമാകുന്ന വീട് എന്നാണ് അർത്ഥം. മാമറ പറഞ്ഞ മഹാവേദം എന്നാണ് അർത്ഥം അല്ലെ. വേദം എന്ന് പറഞ്ഞ അറിവ്, മഹാവേദം, വേദം എന്നർത്ഥം അല്ലെ. പിന്നെന്താ പറഞ്ഞേ? കാത്തുരുളിടുന്ന, കാത്തു പരിപാലിക്കുന്ന അല്ലെ. നമ്മുടെ ഈ എന്താണ്? ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന അല്ലയോ ദൈവമേ. ദൈവമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം അല്ലെ. ഈ കാണുന്ന ലോകമൊക്കെ നമ്മളെ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നും നമ്മളെ ഒക്കെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചതും ആരാണ്? ദൈവമാണെന്നാണ് നമ്മുടെ സങ്കല്പം അല്ലെ. ഏത് വിശ്വാസത്തിലുള്ള ദൈവമായിക്കോട്ടെ, എന്നാല് അയ്യോ നമ്മളെന്താ പറയുക? എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയുക അല്ലെ. നമുക്ക് എന്താ ആപത്ത് വരുമ്പോഴും നമ്മൾ എന്താ പറയുക? അല്ലയോ ദൈവമേ എന്ന് വിളിക്കും അല്ലെ. അയ്യോ ദൈവമേ, നമ്മൾ എന്തെങ്കിലും പറ്റുമ്പോ മാങ്ങ വിളിക്കും. എന്തുകൊണ്ടാ? ദൈവമാണ് നമ്മളെ കാത്തു പരിപാലിക്കുന്നു എന്നൊരു വിശ്വാസം ഉണ്ട് അല്ലെ നമുക്ക് അല്ലേ. ആ ദൈവത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? നേരെ 6 വയസ്സ് കണ്ടിട്ടുണ്ടോലും ഉണ്ടാ? ഇല്ല അല്ലെ റിവൈസേ. നമ്മള് എന്താണ്? തൂണിലും തുരുമ്പിലും നമ്മുടെ ചുറ്റും ഒക്കെ, നമ്മുടെ ഈ മുമ്പിലൊക്കെ ദൈവം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. പല വിശ്വാസത്തിലും പല പേരുകളിലും പല ഇതിലും ഒക്കെ അറിയപ്പെടുന്നുണ്ട് ദൈവം. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ദൈവത്തിനെ? ഇല്ല, മിസ്സിന് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? ഏത്? ദൈവം ഉണ്ട്, ദൈവം ഉണ്ട്. ഒരു അദൃശ്യ ശക്തി ഉണ്ട് നമ്മളെ എല്ലാവരെയും രക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന, നമ്മളെയൊക്കെ കാത്തു പരിപാലിച്ച്. ഏഞ്ചലില്ലേ ക്രിസ്ത്യൻസില്, അതിനെ പറക്കുന്ന കണ്ടിനെല്ലാം പറഞ്ഞിട്ട് ഗൂഗിളിലെല്ലാം പറഞ്ഞു. ഏഞ്ചലിനെ കണ്ടിട്ടുണ്ട്? മലാഖനെയാ? ഓക്കെ. എന്നാൽ ഞാനൊരു ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. വിശ്വാസമുണ്ട് എനിക്ക് ദൈവം ഉണ്ട് എന്നുള്ള കാര്യത്തില്. നമ്മളെയൊക്കെ കാത്തു പരിപാലിക്കുന്ന അല്ലെ. നമ്മളിപ്പോ ഈ ഒരു സമയത്ത് അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല അല്ലെ നമുക്ക് അല്ലെ. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പോ പക്ഷെ ദൈവം നമ്മളെ കാത്തു രക്ഷിക്കും എന്നാണ് നമ്മളെ ഒരു വിശ്വാസം. ഈ കാണുന്ന ലോകവും ഒക്കെ സൃഷ്ടിച്ച ദൈവം, നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ട് അല്ലെ. അതാ പറഞ്ഞത് എന്ത്? കാണായ ലോകങ്ങളും ഒക്കെ സൃഷ്ടിച്ച ആര്? സൃഷ്ടിക്കൽ മാത്രല്ല, എന്ത് ചെയ്തു? കാത്തു പരിപാലിക്കുകയും ചെയ്യുന്ന, അതായത് കാത്തരുളിയിടുന്ന, കാത്തിരി പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലയോ ദൈവമേ. തമ്പുരാനെ പറയുമ്പോ ദൈവമേ അല്ലെങ്കിൽ ഈശ്വരനെ എന്ന അർത്ഥത്തില്. അല്ലയോ ഈശ്വരനെ എന്ത്? മാമറ വീടിന്റെ മാണിക്യ ദീപമേ, മാനസക്കുരുകൾ മായ്ക്കുക നീ. നമ്മുടെ മനസ്സിലെ മാനസം എന്താണ്? മാനസർത്ഥം മനസ്സ്, മാനസം മനസ്സ് അല്ലെ. മാനസ കൂരിരുൾ, മനസ്സിലത്തെ കൂരിരുൾ ഇരുട്ട് എന്ത് ചെയ്യണം? മായ്ക്കുക എന്നാണ് പറയുന്നത് അല്ലേ. അത്ര പല വരികളിൽ എന്താ പറഞ്ഞത്? ഇപ്പൊ കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന അല്ലയോ ദൈവമേ എന്ത് ചെയ്യണം? എന്താ പറയുന്നേ? മാമറ വീടിന്റെ മാണിക്യ ദീപമേ. അവരെ എന്നെ വിളിക്കുന്ന ദൈവത്തിനാ. എന്ത്? മനസ്സാകും നമ്മളെ മനസ്സിലത്തെ ഉരുളിലൊക്കെ മായ്ച്ച് എന്ത് ചെയ്യണം? മായ്ക്കുക. എന്നിട്ടോ ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ ശർമ്മദാ നിന്തിരു വിഗ്രഹങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത്? ധർമ്മം, സത്യം, കാരുണ്യം അല്ലെ. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി. നീതിക്ക് നിരക്കാത്തതൊന്നും അതെന്താണ്? നീതിക്ക് നിരക്കാത്ത അധർമ്മമാണ്. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ നീതിയോടെ അല്ലെ, എല്ലാരെയും ഒരു ഇങ്ങനെ നീതിയോടെ കാണുന്നതാ പറയുന്നത് ധർമ്മം. പിന്നെയോ സത്യം. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളത്തരമൊന്നും ഇല്ലാത്ത അവസ്ഥ അല്ലെ, സത്യസന്ധമായിട്ട് മുമ്പോട്ട് പോവാം. പിന്നെന്താ? കാരുണ്യവും
ഇത് മൂന്നുമാണ് ആരുടെ? ദൈവമേ, ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ എന്നാണ്, നിൻ തിരു വിഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നീ എന്ത് ചെയ്യണം? നിർമ്മലമാകുക, ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാക വേണമെന്നും അല്ലെ. നിർമ്മലം, നിർമ്മലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർമ്മലം പരിശുദ്ധം. നിർമ്മലം പരിശുദ്ധം ഇവിടെ ഉണ്ടാവില്ല ചിലപ്പോ. അത് നിർമ്മലം പരിശുദ്ധം അല്ലെ, പരിശുദ്ധമായ എന്നർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ എന്ത് ചെയ്യണം? ഇതൊക്കെ ഉണ്ടാക്കുന്ന ദൈവങ്ങളെ ഇത് നമുക്ക് എന്ത് ചെയ്യണം? കാത്തു പരിപാലിക്കുന്ന അല്ലയോ ദൈവമേ, ആദ്യം മുതലേ പറഞ്ഞു അല്ലെ, നമുക്ക് ഓർമ്മയിൽ ഉണ്ടാക വേണം എന്നാണ്. അത്രയാണ് അതിൽ പറയുന്നത്. ഒന്നുകൂടി പറയാത്, ഒന്നുകൂടി വായിക്കാം. കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തരുളിടുന്ന തമ്പുരാനെ, മാമറ വീടിന്റെ മാണിക്യ ദീപമേ, മാനസക്കൂരിരുൾ മായ്ക്കുക നീ. ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ ശർമ്മത നിന്തിരു വിഗ്രഹങ്ങൾ. നിർമ്മലമാകുമാ ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാക വേണമെന്നും. അത്രയാണ് നമ്മൾ പറഞ്ഞുള്ളൂ അർത്ഥം അല്ലെ. അടുത്ത ക്ലാസ്സിലൊന്നുകൂടി അത് പറയാ. സമയം കഴിയാറായി. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം? മക്കളെല്ലാവരും നല്ലപോലെ വായിക്കണേ ടെക്സ്റ്റ്. ഓക്കെ. അതുപോലെ ഞാൻ ഇന്ന് പറഞ്ഞൊരു ഹോംവർക്ക് ഉണ്ട്. അത് സെപ്പറേറ്റ് അയക്കണ്ട, ഗ്രൂപ്പിൽ അയക്കണ്ട്? ഏത് മിസ് പറഞ്ഞ ഹോംവർക്ക്? ഹോംവർക്ക് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഞാൻ നാളെ രാവിലെ, ഇന്നത്തെ ക്ലാസ്സിന്, അടുത്ത ക്ലാസ്സിന് ഞാൻ കാണിക്കാൻ പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് തന്നെ. പിന്നെ എന്താ നിങ്ങൾ ഇടേണ്ടതെന്ന് അറിയോ? ഇപ്പൊ നിങ്ങൾ എഴുതിയ സാധനം എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഒരു ഡിക്റ്റേഷൻ പോലെ ഇട്ടില്ലേ, അത്. മറ്റേത് നിങ്ങൾ എഴുതി വെച്ചത് ഞാൻ എഴുതിയിട്ടുണ്ടോന്ന് ഞാൻ ക്ലാസ് ടൈമിൽ തന്നെ ചെക്ക് ചെയ്യും. ഓക്കെ, എനിക്ക് കാണാലോ. എന്നാലും ഇപ്പം കൈമ ഫോണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചാ മതി മതി, എന്നിട്ട് അയച്ചെന്നാലും മതി. ഓക്കെ. അപ്പൊ അതുപോലെ പ്രഭാതഗീതം എന്ന ഈ കവിത നിങ്ങൾ നല്ലതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ബൈ, സി യു.